പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി പുതിയ ഒരു അതിഥിയുടെ അടുത്തേക്കാണ് നമ്മുടെ യാത്ര. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടത്തോട് എന്നുള്ള സ്ഥലത്താണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗത്ത് നമ്മുടെ ഒരു അതിഥിയെ നിങ്ങൾ പരിചയപ്പെട്ടു, 101ാമത്തെ അതിഥി. ഇപ്പോൾ നമ്മൾ 102ാമത്തെ അതിഥിയെ എടുക്കാനുള്ള പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അട്ടത്തോട് എന്നുള്ള സ്ഥലത്ത് ആ അതിഥി മരത്തിൻ്റെ മണ്ടയിലിരുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഒരു പോടിനകത്തിൽ പാറയിടിക്കാത്ത ഇറങ്ങി എന്നാണ് ആ മെമ്പർ വിളിച്ച് പറഞ്ഞത്. അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. എന്തായാലും എൻ്റെ ജീവിതത്തിൽ 103ാമത്തെ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താനുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. എന്തായാലും ഞാനിന്ന് നല്ല ത്രില്ലാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ 102ാമത്തെ അതിഥിയെ രാജവെമ്പാലെ പിടിക്കാനുള്ള ഒരു ഉന്മേഷത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഉഷാറിലാണ്. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ അട്ടത്തോടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ആ സ്ഥലത്ത് എത്തി. പാമ്പ് തൊട്ട് കുറച്ച് താഴെ ഒരു പാറയിടിക്കിനകത്ത് തന്നെ കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന നമ്മുടെ സാറന്മാരുടെ റാന്നി റാപ്പിട്ടിലെയും അതുപോലെ PTRലെയും ഓഫീസർമാരാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഇവരോടൊപ്പം നമ്മളെ വണ്ടി പോകാത്തൊരു വഴിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റാന്നി ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്താൻ പോകണം. പോകാൻ നമുക്ക് നോക്കാം. അവിടെ നമ്മുടെ അതിഥി അവർ 10 മണിക്ക് വിളിച്ചാണ്. വരുന്ന വഴിക്ക് നമുക്ക് മറ്റൊരു രാജവെമ്പാല ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റായത്. പോയി നോക്കാം അവിടെ ആ അതിഥി ഉണ്ടോ എന്ന്. സമയങ്ങളില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. നമ്മളെന്തായാലും നമ്മുടെ ഇന്നത്തെ 2ാമത്തെ ദൗത്യസ്ഥലത്ത് എത്തി. അട്ടത്തോട് നമ്മുടെ അതിഥി. ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് രണ്ട് രാജവെമ്പാലേൻ്റെ താഴെ നിന്ന് പിടികൂടിയാണ്. ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 3ാമത് മറ്റൊരു അതിഥിയെ കണ്ടു. വേനൽ ചൂട് കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ അതിഥികളൊക്കെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും നമ്മളിന്ന് ഒരുപാട് സാറിന് ഇവർ വിളിച്ചതിന് സാറിന് ഇത്രയും താമസിക്കാറില്ല, പെട്ടെന്ന് എത്തിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ വരുന്ന വഴിക്കാണ് മറ്റൊരു രാജവെമ്പാലയെ നമുക്ക് പിടിക്കേണ്ടി വന്നു, കൊണ്ടുവിടേണ്ടി വന്നു. അതുമാത്രമല്ല, ഇത് ആദ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് മെമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അത് താഴേക്ക് ഇറങ്ങി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡൗട്ടായി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം താമസിച്ചു. എന്നാൽ സമയം കളയുന്നില്ല, നമ്മൾ പോകുന്നു. നമുക്ക് നമ്മുടെ അതിഥിയെ ഈ അമ്മയെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ അമ്മയുടെ മുഖം നമ്മുടെ പ്രേക്ഷകർ കണ്ടിരിക്കാം. നമുക്ക് 2 അതിഥികളെ ഈ ഏരിയയിൽ നിന്ന് പിടികൂടി തന്ന അമ്മയാണ്. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇപ്പോൾ രാജവെമ്പാല എവിടെയുണ്ടെന്ന് നമ്മളിങ്ങനെ തേടി നടക്കുകയാണ്. നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. നിങ്ങൾ മേളിൽ കയറണം കേട്ടോ. മിക്കവാറും താഴോട്ട് പോകാനേ സാധ്യതയുള്ളൂ. പോയി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോവും. എനിക്ക് കൂടെ ഓടിപ്പോകാനാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ചേട്ടാ, നിങ്ങൾ മേളിൽ കയറണം, അവിടെ നിൽക്കരുതേ. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. അവർ പറഞ്ഞത് ഈ ചപ്പിനകത്ത് ഉണ്ടെന്നാണ്. ചപ്പിനകത്ത് സാധനത്തിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയ്ക്ക് ക്ലിയറായിട്ട് കിട്ടുകയില്ല. പക്ഷേ അതിനകത്ത് നമുക്കൊരു ഇരുട്ട് പോലെ അതിനകത്ത് കാണുന്നില്ല. പക്ഷേ അതിനെ അനക്കം കൊടുത്ത് ചിലപ്പോൾ സ്പീഡിൽ താഴേക്ക് പോകാം. അതുകൊണ്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിനെ പിടിക്കാനുള്ള ശ്രമമാണ്. ചിലപ്പോൾ താഴേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ അട്ടത്തോടിലെ
അടുത്ത അതിഥിയെ ഒന്ന് പിടിക്കാൻ ശ്രമിക്കും. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ മൂന്നാമത്തെ ദിനമാണ്. കാരണം 2 രാജവെമ്പാലകളെ ഒരേ ദിവസം പിടികൂടുന്ന മൂന്നാമത്തെ ദിനം. ഒന്ന്, ഒരിക്കൽ ഞങ്ങൾ സീതത്തൊട്ടിൽ നിന്ന് ഒരു പാമ്പിനെ എടുത്തിട്ട് പോകുന്ന വഴിക്ക് കുളത്തൂപ്പുഴയിൽ നിന്ന് ഒരു രാജവെമ്പാലെ ഒരേ ദിവസം തന്നെ പിടികൂടാൻ കഴിഞ്ഞു. അതിൽ കുളത്തൂപ്പുഴയിൽ നിന്ന് ഒന്നിനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആറാട്ടി വിളിച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് ഒരു രാജവെമ്പാല എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇതെന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരേ ദിനം പിടികൂടുന്ന ഒരേ ദിവസം 2 രാജവെമ്പാല പിടിക്കുന്ന മൂന്നാമത്തെ ദിനമാണ്. പക്ഷേ ഇത് അധികം സൈസ് ഇല്ലായെങ്കിലും അധികം ആരോഗ്യവാനല്ല എങ്കിലും ഇദ്ദേഹം നല്ല ഏകദേശം 4 വയസ്സോളം പ്രായം ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം നല്ല ടയേർഡായിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിന് ഭക്ഷണം കിട്ടാൻ എനിക്കൊന്ന് വേട്ട ചെയ്യാൻ കഴിയാതെ, അതായത് ഭക്ഷണം തേടാൻ ചേരയോ പാമ്പിനെയൊക്കെ പിടിക്കാൻ കഴിയാത്തത് കൊണ്ട്, ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ആണ് ഇദ്ദേഹത്തിൻ്റെ ശരീരം നല്ല ടയേർഡായിട്ടിരിക്കുന്നത്. എന്നാലും അത്ര ചെറുപ്പക്കാരൻ. നമ്മൾ 101ാമത്തെ രാജവെമ്പാല പിടികൂടിയത് 2 വയസ്സോളം പ്രായം മാത്രം വരുന്ന 9 അടിയോളം നീളമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഏകദേശം 4 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന 4 വയസ്സിലേറെ പ്രായം ഇദ്ദേഹത്തിന് തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഏകദേശം 10 അടിയോളം നീളം മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് എന്തൊക്കെയോ ഇഞ്ചുറികൾ, അപകടം നടന്നിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഏതെങ്കിലും ആനിമൽസിൻ്റെ അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ മലവെള്ളം ഉണ്ടാകുന്ന സമയത്ത് പാറ മറിഞ്ഞിട്ടോ ഒക്കെ ദേഹത്ത് മുറിവുകളുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ നീളം നമുക്ക് കാണാം. 10 അടിയിലേറെ നീളം ഇദ്ദേഹത്തിന്. ഞാൻ തന്നെ 5 അടി 9 ഇഞ്ചാണ്. പക്ഷേ അതിലൊക്കെ ഇരട്ടി നീളമുള്ള അതിഥിയാണ് ഇദ്ദേഹം. എന്തായാലും ഈ 4 വയസ്സോളം പ്രായമുള്ള ഒരു അതിഥിയാണ് ഇദ്ദേഹം ഫീമെയിൽ. ഇദ്ദേഹം മെയിലായിട്ട് തോന്നുമെങ്കിൽ ഇദ്ദേഹം മെയിലല്ല, ഫീമെയിൽ അഥവാ പെണ്ണാണ്. പക്ഷേ ഇദ്ദേഹത്തിന് വാലിന് എന്തോ ശരീരത്തിൽ എന്തോ നല്ല ക്ഷതമുണ്ട്. കാരണം വാലിന് ഒരു സ്വാധീനക്കുറവ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയില്ല. നമ്മൾ ഉടനെ വിടേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിനെ പഠിക്കാൻ കഴിയില്ല. വാലിന് ഒരു പ്രവർത്തനം വളരെ കുറവാണ്. വാല് നല്ല തൂങ്ങിക്കിടക്കുക. ഈ സമയത്തൊക്കെ വാലിങ്ങനെ ചുറ്റേണ്ടതാണ്, ഇത് ചുറ്റുന്നില്ല. അപ്പോൾ എന്തോ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ഇതിന്. അപ്പോൾ നമ്മളെന്തായാലും ഈ അതിഥിയെ നമ്മുടെ ഓഫീസർമാരുടെ മുന്നിൽ വെച്ച് നമ്മൾ ഇദ്ദേഹത്തിനെ എല്ലാവരും മുന്നിലൊക്കെ പരിചയപ്പെടുത്തി ഇദ്ദേഹത്തിന് നമ്മൾ എന്തായാലും നമ്മുടെ 103ാമത്തെ അതിഥിയെ നമ്മൾ ചാക്കിലേക്ക് കയറ്റുകയാണ്. ഏകദേശം ഉദ്ദേശം 11 അടിയോളം മാത്രം നീളമുള്ള ഈ അതിഥി അസാധ്യമായ ചൂടാണ്. നമുക്ക് കുറച്ച് വെള്ളം, ഈ പ്ലാസ്റ്റിക് ചാക്കും കൂടിയാണ് നമുക്ക് വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. വെള്ളത്തിന് ക്ഷാമമുണ്ട്, നല്ല ചൂടുള്ള സമയം ഇവിടെയൊക്കെ. ഇവരൊക്കെ വെള്ളത്തിന് നെട്ടോടെ ഓടുന്ന
ഒരു സാഹചര്യമാണ് ഇപ്പോഴൊക്കെ. എന്നാലും നമുക്ക് എന്തായാലും കുറച്ച് വെള്ളം വരുന്ന വാങ്ങി ഇതിനൊക്കെ ചാക്കിന് വെച്ചാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അതിഥി കുറച്ച് കഴിയുമ്പോൾ മരണപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കുറച്ച് വെള്ളം വാങ്ങിച്ച് ചാക്കിലേക്ക് ഒന്ന് ഒഴിക്കാം. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ വാവാ സുരേഷ് ആക്കിയത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല റാന്നി കോന്നി ഡിവിഷൻ ഏരിയയാണ്. അതിൽ കൂടുതൽ റാന്നി ഡിവിഷനാണ് എന്നെ യഥാർത്ഥത്തിൽ ഈ സുരേഷ് എന്നുള്ളത് വാവാ സുരേഷ് എന്നാക്കിയത്. എന്തായാലും ഇന്നും നമ്മൾ അവരെ സഹായത്തോടെ അവരെ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ എൻ്റെ ജീവിതത്തിൽ 101ാമത്തെ രാജവെമ്പാലെ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി. 102ാമത്തെ അതിഥിയും നമ്മൾ പിടികൂടി. പത്തനംതിട്ട ജില്ലയിൽ അട്ടത്തോട് എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ 5ാമത്തെ രാജവെമ്പാലെ നമ്മൾ അട്ടത്തോട് നിന്ന് പിടികൂടുന്നത്. എന്തായാലും നമ്മളിന്ന് പിടികൂടിയ അതിഥി എന്ന് പറയുന്നത് 102ാമത്തെ അതിഥി എന്ന് പറയുന്നത് 4 വയസ്സിലേറെ പ്രായമുള്ള ഏകദേശം ഉദ്ദേശം 12 അടിയോളം നീളമുള്ള ഒരു ഫീമെയിൽ പെൺ രാജവെമ്പാല തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന് ചെറിയ അപകട അവസ്ഥ എന്തോ ഒക്കെയുണ്ട്. വാല് അധികം ചലിക്കുന്നില്ല. തലയുടെ പത്തിയുടെ ഭാഗം ഒരു സ്ഥലത്ത് എന്തോ ഒരു ക്ഷതം പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വേനലായതുകൊണ്ട് ഇത് ചുരുണ്ട് കിടന്ന സമയത്ത് പന്നിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇതിൻ്റെ ദേഹത്തിൽ ചാടി പോയിരിക്കാം. അതിനുള്ള സാഹചര്യം കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന നിമിഡമായ വനമാണ്. നമുക്ക് കാണാം നല്ല പച്ചപ്പാർന്ന ആനയുടെ പിണ്ടം നമുക്ക് പിന്നിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ ആന ഉണ്ടായിരുന്നതാണ്. എല്ലാ ആനിമൽസുമുള്ള ഏരിയയാണ്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ഉൾവെച്ചാൽ നമ്മളിപ്പോൾ പാമ്പിനെ പിടികൂടിയത് 3:30-ക്കാണ്. ഇപ്പോൾ മണി 6 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ 3 മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തിയത്. അത്രയ്ക്ക് ദൂരത്തിലാണ് ഈ അതിഥിയെ നമ്മൾ വിടുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഈ 102ാമത്തെ അതിഥിയെ തുറന്നു വിടാൻ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകണം. നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിഥിയെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അദ്ദേഹത്തിന് റിലീസ് ചെയ്യും. കാരണം സന്ധ്യയാകുമ്പോൾ വേനലായതുകൊണ്ട് ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് ഈ ഓഫീസർമാർ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ദൗത്യം നിറവേറ്റിയിട്ട് നമുക്ക് പിരിഞ്ഞു പോകാം. നമ്മളെന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഈ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം നമ്മൾ പിടികൂടിക്കുന്നത് അത് ഇനിയിപ്പോൾ രാത്രിയാകുന്നു. അല്ലെങ്കിൽ സന്ധ്യ എന്ന് പറയുമ്പോൾ എല്ലാവരും വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ രാത്രി നമ്മളെ പുലുകി വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ എന്തായാലും നമ്മുടെ അതിഥിയെ പിടികൂടിയത് അതിഥിയെ നമ്മളിവിടെ തുറന്നു വിടുന്നു. അതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി അതിഥിയെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് പരിചയപ്പെടാം, കാണാം. ഇനി അദ്ദേഹത്തിൻ്റെ ജാതിയും മതവും ഒന്നും പറയേണ്ടല്ല. കാരണം നമ്മൾ അദ്ദേഹത്തിനെ പറഞ്ഞത് പെൺ രാജവെമ്പാലയാണ്, ഇത്ര വയസ്സുണ്ട്, ഇത്ര ഭാരമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മളെന്തായാലും നമ്മുടെ ഈ അതിഥിയെ തുറന്നുവിടാനുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം നല്ല ടയേർഡാണ്. അതുമാത്രമല്ല ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു എന്തൊക്കെയോ അപകടങ്ങൾ, എനിക്ക് തോന്നുന്നത് ആൾക്കാർ എറിയുകയോ അടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. കഴുത്തിൻ്റെ ശരീരം മുഴുവനും അദ്ദേഹത്തിന് ഇഞ്ചോർഡാണ്, അതായത് അപകടം തന്നെയാണ്. എന്തായാലും നമ്മുടെ എൻ്റെ ജീവിതത്തിൽ 102ാമത് പിടിക്കുന്ന പെൺ രാജവെമ്പാലയാണ് ഇദ്ദേഹത്തിന് ഏകദേശം 4 വയസ്സിലേറെ പ്രായമുണ്ട്, 12 കിലോളം നീളമുണ്ട്. നമ്മുടെ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ അവർ കണ്ടെത്തിയ സ്ഥലമാണിത്. ഇതിന് താഴെ നല്ല ഈറ്റക്കാനം, ഈറയും ഉളയും അതുപോലെ തന്നെ തണുത്ത ഉറവയൊക്കെ ഉള്ള സ്ഥലമാണ്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരു അസുലഭ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. അതുമാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് രാജവെമ്പാലയെ പിടിക്കുന്നത് തന്നെ പത്തനംതിട്ട ജില്ലയിൽ മൂഴിയാറ് ഡിവിഷൻ മൂഴിയാറ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്.
രണ്ടാമത്തെ രാജവെമ്പാല അവിടെ തന്നെയാണ് പിടികൂടുന്നത്. അത് കഴിഞ്ഞിപ്പോൾ 102ാമത്തെ രാജവെമ്പാലയും റാപ്പിഡിൻ്റെ കീഴിലാണ് പിടികൂടുന്നത്. അതുമാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ കോന്നി, കുമ്മണ്ണൂരും, റാന്നിയും കോന്നിയുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, റാന്നി ഡിവിഷനും കോന്നി ഡിവിഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രാജവെമ്പാലയെ സമ്മാനിച്ചത്. ഇത് കൂടുതൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളെപ്പോഴും പറയാറുണ്ട്, രാജവെമ്പാലയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ മെഡിസിൻ ഇല്ല എന്നും, രാജവെമ്പാലയുടെ കടിയേറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടത് ബാംഗ്ലൂർ, ബംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വനാഥ ഭട്ടാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. മെഡിസിൻ ഇല്ല, 5 മിനിറ്റിനകത്ത് മരണപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഒരു കാര്യം കൂടി നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഞങ്ങളെപ്പോലുള്ളവർ അനുകരിക്കുന്നത് അപകടമാണ്. ഞങ്ങളെപ്പോലുള്ളവർ അനുകരിക്കാൻ ശ്രമിച്ചാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുന്നേ പൂനെയിൽ ഒരു പയ്യൻ പാമ്പിനെ പിടിക്കുന്ന ഒരാൾ, 12 വർഷമായി പാമ്പിനെ പിടിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പാമ്പിനെ കിസ് ചെയ്യുന്നത് കണ്ടിട്ട് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുന്നേ അതിനുവേണ്ടി ശ്രമിക്കുകയും ആ ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് കടിയേറ്റ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ എന്നെ അനുകരിക്കാൻ ശ്രമിച്ച ഒരുപാട് പേര് മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. വേണ്ടുന്ന അവയർനെസ്സോ അല്ലെങ്കിൽ വേണ്ടുന്ന എക്സ്പീരിയൻസോ ഇല്ലാതെ, അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും, എന്നെപ്പോലുള്ളവർ, ഞാനല്ല, എന്നെപ്പോലുള്ള വേറെ ആരുടെയെങ്കിലും ഒരുപാട് കാലമായി പാമ്പിനെ പിടിക്കുന്ന മേഖലയിൽ നിൽക്കുന്ന, പാമ്പിനെക്കുറിച്ച് അറിയാവുന്ന ആരുടെയെങ്കിലും കീഴിൽ പോയി ട്രെയിനിങ് നേടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പാമ്പിനെ പിടിക്കാനായി ശ്രമിക്കാവൂ. പാമ്പിൻ്റെ ഇനം എന്താണെന്ന് അറിയണം. രാജവെമ്പാലയുടെ കടിയേറ്റം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യമാണ്, മെഡിസിൻ ഇല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് അബദ്ധവശാൽ രാജവെമ്പാലയുടെ കടിയേറ്റാലും എനിക്ക് ഒരു ഹോസ്പിറ്റലിലെങ്കിലും എത്താനുള്ള സമയം കിട്ടും. കാരണം 2 മണിക്കൂർ 3 മണിക്കൂറോളം എനിക്ക് അതിജീവിക്കാൻ, എനിക്ക് അത്രയ്ക്ക് അളവിൽ കൂടുതലാണ് ആൻറ്റിബോഡി എൻ്റെ ശരീരത്തിൽ ഫോം ചെയ്യുന്നതെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഇദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇംഗ്ലീഷുകാരുൾപ്പെടെ, ചാനലുകാരുൾപ്പെടെ അതിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ സസൂക്ഷ്മം മാത്രമേ ഇവയെ കൈകാര്യം ചെയ്യുള്ളൂ. കാരണം അത്രയ്ക്ക് അപകടകാരിയാണ് ഇദ്ദേഹം. കടിയേറ്റൽ മെഡിസിൻ തായ്ലാൻഡിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇതിൻ്റെ കടി നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല. പക്ഷേ പാമ്പുകളിൽ സാധുവായ പാമ്പ് നമ്മൾ വരണത് കണ്ടു കഴിഞ്ഞാൽ അത് മിണ്ടാതെ എഴഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇദ്ദേഹത്തിലുള്ളത്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ ഇനി നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇദ്ദേഹത്തെ സ്വതന്ത്രനാണ്. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ ഈ 102ാമത്തെ രാജവെമ്പാല നമ്മുടെ പ്രേക്ഷകർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നില്ല, വളരെ വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ ഇഷ്ടപ്പെടലാണ് ഞങ്ങളെ ഇത്ര യാത്ര ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു അതിഥിയുമായി വരും. അതുവരെ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.